കടലിൻ്റെ മണവാട്ടിയായ ചാളയും പുരുഷത്തിൻ്റെ വരദാനമായ തേങ്ങയും വറുത്തരച്ച് ഒരു കറി വെച്ചാലോ. മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ചൂടുവെള്ളത്തിൽ കലക്കി വെക്കുക കേട്ടോ. ഒരു 10-15 മിനിറ്റ് അവിടെ ഇരുന്നോട്ടെ. ഒരു മിക്സിയുടെ ജാറിലോട്ട് തേങ്ങ ചിരണ്ടിയിട്ടും കുറച്ച് ചുവന്നുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും ഇട്ട് ചെയ്ത് വെച്ചേക്കണ പൊടികളുടെ വെള്ളം ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ആ നേരം കൊണ്ട് നല്ല മൺചട്ടിയിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ഉലുവയും കടുകും പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് പച്ചമുളകും വേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് ഒന്ന് വാട്ടിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അതിലോട്ട് നമ്മൾ ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം നമ്മുടെ പച്ച വെളിച്ചെണ്ണയിൽ വാടി കഴിയുമ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ട് ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ വെച്ചേക്കുന്ന തേങ്ങ അതിലോട്ട് ആഡ് ചെയ്യാം. അതെല്ലാം നന്നായി മൂത്ത് കഴിയുമ്പോൾ അതിലോട്ട് നല്ല ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. കഴുകി വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി, അതായിരിക്കും ബെറ്റർ. നമ്മുടെ പുളിവെള്ളം കൂടി ഒഴിച്ച് ഒരു തള വന്ന് കഴിയുമ്പോൾ ആ കടലിൻ്റെ മണവാട്ടി ഇടാം. വീഡിയോ തീരാൻ പോണ്, കഥ കേട്ടാലോ. പണ്ട് അറബിക്കടലിൻ്റെ തീരത്ത് മാധവൻ എന്നൊരു മുക്കുവനുണ്ടായിരുന്നു. കടലമ്മ മാധവന് ഇഷ്ടം പോലെ മീൻ കൊടുക്കായിരുന്നു. പക്ഷെ അവൻ്റെ അടുക്കളയിൽ എന്നും ഒരേ രുചിയുള്ള മീൻകറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വെറും ഉപ്പും മുളക് ഇട്ട മീൻകറി. പല വെറൈറ്റി മീൻകറി പരീക്ഷിച്ചെങ്കിലും മാധവന് ഒരു തൃപ്തിയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മാധവന് നല്ല വിഷമമായിരുന്നു കേട്ടോ. നല്ല കാറ്റുള്ളൊരു ദിവസം മാധവൻ അത്താഴവും കഴിഞ്ഞ് കടലിൻ്റെ തീരത്തു കൂടി നടക്കുകയായിരുന്നു. പെട്ടെന്നൊരു വലിയ തിരമാല കരയിലേക്ക് അടിച്ചു. മാധവൻ നടക്കുന്ന വഴിയിൽ തിളങ്ങുന്ന ഒരു വസ്തു ചാടിക്കളിക്കുന്നത് കണ്ടു. ഓടി അതിൻ്റെ അടുത്തോട്ട് ചെന്ന് നോക്കിയപ്പോൾ സ്വർണ്ണ കളറുള്ള മത്സ്യക്കുഞ്ഞ്. ആ മീൻ മരണത്തോട് മല്ലടിക്കുകയാണെന്ന് മാധവന് മനസ്സിലായി. നേരെ അതിനെ എടുത്തു കടലിലോട്ട് ഇട്ടു. പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഇടിമിന്നലും കൊടുങ്കാറ്റും ഉണ്ടായി. അതൊരു സാധാരണ മീനായിരുന്നില്ല കേട്ടോ. കടൽ രാജാവിൻ്റെ മോളായിരുന്ന സമുദ്രകന്യകയായിരുന്നു. മാധവൻ്റെ വിഷമം മനസ്സിലാക്കി അവൾ അവനൊരു രഹസ്യം പറഞ്ഞു കൊടുത്തു. മാധവ, കടലിൻ്റെ ഉപ്പിനെ ശമനം നൽകാൻ കഴിയുന്ന ഒന്ന് കരയിലുണ്ട്. ലാവിൻ്റെ വെളിച്ചമുള്ള ഉള്ളിൽ വെള്ള നിറവും പുറത്ത് കടുപ്പവുമുള്ള ആ ഫലം നീ കണ്ടെത്തിയാൽ നിന്റെ ഭക്ഷണം അമൃതാവും. മാധവൻ തീരത്തുകൂടി നടന്നു. ഒടുവിൽ അവൻ ആകാശത്തേക്ക് തല ഉയർത്തി നിൽക്കുന്ന ഒരു മരത്തിൽ ആ ഫലം കണ്ടെത്തി. സമുദ്രകുമാരി പറഞ്ഞ അതേ ഫലം തന്നെ. അവൻ അത് പൊട്ടിച്ച് അതിൻ്റെ വെളുത്ത കാമ്പ് അരച്ചെടുത്തു മീൻകറിയിൽ ചേർത്തു. അതൊരു വിസ്മയമായിരുന്നു. ഫലത്തിൻ്റെ മധുരവും കുളിർമയും മീനിൻ്റെ ഉപ്പും എരിവും ചേർന്നപ്പോൾ അടുക്കളയിൽ നിന്നൊരു പ്രത്യേക ഗന്ധം പടർന്നു. മണം കേട്ട് ഗ്രാമവാസികൾ ഓടിക്കൂടി. മാധവൻ അവർക്കെല്ലാം കറിയും ചോറും വിളമ്പിക്കൊടുത്തു. അവർ പറഞ്ഞു, ഇത് വെറും ഒരു മീൻകറിയല്ല, ഇത് കടലിനെയും കരയിലെയും ഒന്നിച്ചാഘോഷിക്കുന്ന ഒരു കല്യാണ വിരുന്നാണ്. അന്ന് മുതൽ കേരളത്തിലെ വീടുകളിൽ മീൻകറി ഉണ്ടാക്കുമ്പോൾ തേങ്ങ അരച്ച് ചേർക്കുന്നത് ഒരു നിയമമായി മാറി.